ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓണത്തിന് പറ്റിയിട്ടുള്ള ഡിഫറെൻറ്റ് സാരി ഡ്രീപ്പിംഗ് സ്റ്റൈൽസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോ ഇതിൻ്റെ പാർട്ട് 1 ആയിരുന്നു, അതിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ് ഇത്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓണത്തിനും ഓണ ഫംഗ്ഷനൊക്കെ ഒരേ രീതിയിൽ സാരി ഉടുത്ത് മടുത്തവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സാരി ഡ്രീപ്പിംഗ് സ്റ്റൈൽസാണ് ഞാൻ എൻ്റെ ഈ 2 വീഡിയോസിൽ കാണിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള 3 ഡ്രീപ്പിംഗ് സ്റ്റൈൽസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയിൽ ബാക്കി ഡ്രീപ്പിംഗ് സ്റ്റൈൽസാണ് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു നോക്കുക. നിങ്ങൾക്ക് സ്കൂൾ ഫംഗ്ഷനും കോളേജ് ഓണം ഫംഗ്ഷനൊക്കെ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡ്രീപ്പിംഗ് സ്റ്റൈൽസാണ്. നമ്മൾ ഒരു സാരി വെച്ചിട്ട് തന്നെയാണ് കംപ്ലീറ്റ് ലുക്കും ചെയ്തിട്ടുള്ളത്. വളരെ ഡിഫറെൻ്റ് ആയിട്ട് പക്ഷെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് ഡ്രീപ്പിംഗ് സ്റ്റൈൽസാണ് ഞാൻ ഈ 2 വീഡിയോസിലും കാണിച്ചിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള പഴയ കേരള സാരിയൊക്കെ ഉണ്ടെങ്കിൽ പുതിയ രീതിക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് സ്റ്റൈലുകളാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. എന്തായാലും നമുക്ക് ബാക്കി സ്റ്റൈലുകൾ നോക്കാം. നമ്മുടെ 4ാമത്തെ ഡ്രീപ്പിംഗ് സ്റ്റൈലിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു പല്ലു പോർഷൻ നേരത്തെ തന്നെ ഞാൻ പ്രീ പ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകും. നേരത്തെ തന്നെ ഒരു പല്ലു പോർഷൻ മാത്രം ഞാൻ പ്രീ പ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി കംപ്ലീറ്റ് പോർഷനും ഇതുപോലെ ഒന്ന് സ്കേർട്ട് പോലെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ലെഹങ്ക സ്റ്റൈലാണ് നമ്മൾ ഈ ഒരു ഡ്രീപ്പിംഗ് സ്റ്റൈൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഉള്ളിൽ വേണമെങ്കിൽ കുറച്ച് ഫ്ലെയർ ഉള്ള ഒരു സ്കേർട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നോർമൽ അണ്ടർ സ്കേർട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ ഫംഗ്ഷനൊക്കെ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല ഫ്ലെയർ ഉള്ള ഒരു സ്കേർട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല രീതിക്ക് തന്നെ നമുക്ക് കിട്ടും. അതിനുശേഷം നമുക്ക് ഇതുപോലെ പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കാം. പ്ലീറ്റ്സ് എടുത്തതിന് ശേഷം നമ്മൾ സ്കേർട്ടൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ആ ഒരു അണ്ടർ സ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ടക്കിൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഒന്നിച്ച് ടക്കിൻ ചെയ്യുന്നതിനേക്കാളും കുറച്ച് ദൂരെ വെച്ച് നമുക്കിതുപോലെ പ്ലീറ്റ്സ് എടുത്തതിന് ശേഷം ടക്കിൻ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഒരു 5.5 മീറ്റർ സാരി ആയതുകൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു സ്കേർട്ടിൻ്റെ പ്ലീറ്റ്സ് കിട്ടണം എന്നില്ല. ഈ ഒരു ഫ്രണ്ട് പോർഷൻ മാത്രം ഇതുപോലെ വൃത്തിയായിട്ട് നമുക്ക് കിട്ടിയാൽ മതി. ബാക്കി ഈ ഒരു ബാക്ക് പോർഷനിൽ ഞാൻ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ചുറ്റി ആ ഒരു അണ്ടർ സ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് ടക്കിൻ ചെയ്ത് കൊടുക്കുകയാണ്. കാരണം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കാനുള്ള അത്രയും മെറ്റീരിയൽ നമുക്ക് ഇല്ല. അതിനുശേഷം നമ്മൾ നേരത്തെ ഈ ഒരു പല്ലു പോർഷൻ പ്രീ പ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ കൂടെ നമ്മുടെ ലെഫ്റ്റ് ഷോൾഡറിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ഒരു പല്ലു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. ബാക്ക് പോർഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ നോർമൽ നമ്മുടെ ലെഹങ്കയൊക്കെ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ നമ്മുടെ ആ ഒരു ഫ്രണ്ടിലെ ആ ഒരു പോർഷനിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. ലെഫ്റ്റ് ഷോൾഡറിൻ്റെ ഫ്രണ്ടിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഈ ഗുജറാത്തി ടൈപ്പൊക്കെ പറയുന്ന പോലെ അതിൻ്റെ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള രീതിക്കാണ് ഞാൻ ഈ ഒരു സാരി ഡ്രീപ്പിംഗ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു പല്ലു പോർഷൻ ഒത്തിരി നമുക്ക് ലെങ്ത് ആവശ്യമില്ല, വളരെ കുറച്ച് ലെങ്ത് മാത്രം മതിയാവും. പ്ലീറ്റ്സ് നമ്മൾ നല്ല രീതിക്ക് തന്നെ കൈവച്ച് നല്ല വൃത്തിക്കൊന്ന് പിടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ആ ഒരു ബ്ലൗസിൻ്റെ ആ ഒരു പോർഷനിലേക്ക് ചേർത്ത് വെച്ചിട്ട് നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒന്നാണ്. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നില്ല, പകരം ഇത്ര പോർഷൻ മാത്രം എടുത്തൊന്ന് നമ്മുടെ സ്കേർട്ടിൻ്റെ ഉള്ളിലേക്കൊന്ന് ടക്കിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ നോർമൽ ഗുജറാത്തി ടൈപ്പ് അല്ല, കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിക്കാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഈ ഒരു ഡ്രേപ്പിംഗ് സ്റ്റൈൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ കൂടെ ഞാനിവിടെ വേസ്റ്റ് ബെൽറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ഗോൾഡൻ കളറിലുള്ളൊരു വേസ്റ്റ് ബെൽറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതും കൂടെ ഇടുമ്പോഴത്തേക്ക് ഒരു പെർഫെക്റ്റ് ഒരു കംപ്ലീറ്റ് ലുക്ക്, ഒരു ഫിനിഷിംഗ് ആയിട്ടുള്ളൊരു ലുക്ക് നമുക്ക് കിട്ടും. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഫംഗ്ഷന് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡ്രേപ്പിംഗ് സ്റ്റൈലാണിത്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വളരെ സ്റ്റൈലിഷാണ്, പക്ഷേ നല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒന്നാണ്. വെറും ഒരു സാരി മാത്രം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു ലെഹങ്ക പോലെ വളരെ ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒന്നാണ്. നിങ്ങൾക്ക് സ്കൂൾ കോളേജ് ഫംഗ്ഷനൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ബസ്സിൽ കയറിയാലും അല്ലെങ്കിൽ ഡാൻസൊക്കെ ചെയ്താലും നല്ല രീതിക്ക് തന്നെ സെക്യൂറായിട്ട് അങ്ങനെ ഇരുന്നോളും. കുറച്ച് പിന്നൊക്കെ കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അകത്തൊരു നല്ല ഫ്ലെയർ ഉള്ള ഒരു സ്കേർട്ടും കൂടെ ഇടുകയാണെങ്കിൽ നല്ല ഫ്ലെയറി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ 4ാമത്തെ സ്റ്റൈല്. ഇനി നമ്മുടെ 5ാമത്തെ സ്റ്റൈൽ നോക്കാം. 5ാമത്തെ സ്റ്റൈലും ഇതേ സെയിം നമ്മുടെ താഴെയുള്ള ആ ഒരു സ്കേർട്ട് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പല്ലു പോർഷൻ്റെ ഈ ഒരു അറ്റത്തെ ഈ ഒരു പോർഷൻ മാത്രം ഒന്ന് നമ്മുടെ ചെസ്റ്റിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ റൈറ്റ് സൈഡിൽ കൂടെ ഒന്ന് എടുത്തു കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ബോർഡർ നമ്മുടെ നേരത്തെയുള്ള ആ ഒരു ബോർഡറിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഒരു പിൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചതിന് ശേഷം ഈ ഒരു പോർഷനിലും കൂടെ നമ്മുടെ ഒരു ഷോൾഡറിൻ്റെ റൈറ്റ് സൈഡിലേക്ക്
അവിടെയും കൂടെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രീപ്പിംഗ് സ്റ്റൈലാണ്. ഇതിലും കൂടെ ഒന്ന് നമ്മുടെ ഒരു വേസ്റ്റ് ബെൽറ്റ് ആഡ് ചെയ്യുമ്പോൾ വളരെ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ലുക്ക് തന്നെ നമുക്ക് കിട്ടും. ഈ ഒരു ലുക്ക് നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വേസ്റ്റ് ബെൽറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം വേസ്റ്റ് ബെൽറ്റ് ആഡ് ചെയ്യാതിരിക്കുമ്പോൾ നല്ല വൃത്തികേടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ വേസ്റ്റ് ബെൽറ്റും കൂടെ ആഡ് ചെയ്ത് മാത്രം നിങ്ങൾ ഈ ഒരു സാരി ഡ്രീപ്പിംഗ് ഈ ഒരു സ്റ്റൈൽ നിങ്ങൾ ട്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ അവിടെ പിൻ ചെയ്തതിന് ശേഷം ഈ ഒരു വേസ്റ്റ് ബെൽറ്റ് ആദ്യം ഒന്ന് നല്ല രീതിക്ക് ഒന്ന് നമുക്ക് പിൻ ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ നോർമൽ വേസ്റ്റ് ബെൽറ്റ് കെട്ടുവാണെങ്കിൽ ആ രീതിക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നല്ല രീതിക്ക് കൈ വെച്ചിട്ട് നമുക്ക് ആ ഒരു നമ്മൾ പിൻ ചെയ്ത് കൊടുത്ത ആ ഒരു ഫാബ്രിക്കൊക്കെ നല്ല രീതിക്കൊന്ന് നന്ന വൃത്തിയായിട്ടൊന്ന് പിടിച്ചു കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ലുക്ക് തന്നെ നമുക്ക് കിട്ടും. നമ്മൾ ആ ഒരു വേസ്റ്റ് ബെൽറ്റ് ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ ഒരു ഡിഫറെൻറ്റ് ലുക്ക് തന്നെ നമുക്ക് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ 5ാമത്തെ ഡ്രീപ്പിംഗ് സ്റ്റൈൽ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ഡ്രീപ്പിംഗ് സ്റ്റൈലൊന്നും അധികം ആരും ട്രൈ ചെയ്യാത്ത ഒന്നാണ്. പക്ഷേ തീർച്ചയായിട്ടും നമ്മുടെ ഫംഗ്ഷനൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രീപ്പിംഗ് സ്റ്റൈലാണിത്. നിങ്ങൾക്ക് കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിൽ ഓണം ഡാൻസ് പരിപാടി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളും സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഡ്രീപ്പിംഗ് സ്റ്റൈൽ തന്നെയാണിത്. ഇതിൻ്റെ കൂടെ കുറച്ച് ഓർണമെൻറ്റ്സും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ 5ാമത്തെ ഡ്രീപ്പിംഗ് സ്റ്റൈൽ. ഇനി നമ്മുടെ അവസാനത്തെ ഡ്രീപ്പിംഗ് സ്റ്റൈലാണ് നോക്കുന്നത്. ഇതൊരു ധോത്തി സ്റ്റൈൽ ഡ്രീപ്പിംഗ് സ്റ്റൈലാണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു പാൻറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജീൻസോ അല്ലെങ്കിൽ ലെഗിൻസോ അല്ലെങ്കിൽ ഇതുപോലുള്ള പട്ടിയാല പാൻസോ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ആ ഒരു പല്ലു പോർഷൻ നേരത്തെ തന്നെ പ്രീ പ്ലീറ്റ് ചെയ്ത് വെച്ചത് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ പ്രീ പ്ലീറ്റ് ചെയ്ത് നേരത്തെ വച്ചതിന് ശേഷം മാത്രം ഈ എല്ലാ ഡ്രീപ്പിംഗ് സ്റ്റൈലും ട്രൈ ചെയ്യുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഇതുപോലെ 2 പോർഷനാക്കി നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ലെഫ്റ്റ് സൈഡ് അധികം നമുക്ക് ലെങ്ത് ആവശ്യമില്ല. റൈറ്റ് സൈഡിലാണ് നമ്മുടെ പല്ലു പോർഷൻ വരുന്നത്. അതിനുശേഷം ഈ ഒരു ഫാബ്രിക് നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു ഫാബ്രിക് കാലിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു കൊടുക്കാം. അതിനുശേഷം ഇത് നമ്മുടെ ആ ഒരു സ്കേർട്ടിൻ്റെ അല്ലെങ്കിൽ പാൻറ്റിൻ്റെ ഉള്ളിലേക്ക് ടക്കിൻ ചെയ്ത് കൊടുക്കാം. അവിടെ ഒരു പിൻ കൂടെ വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിവിടെ വെച്ച് കൊടുക്കുന്നില്ല, വീഡിയോ ആയതുകൊണ്ടാണ് വെച്ച് കൊടുക്കാത്തത്. അല്ലാതെ നമ്മൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത്രയും ഫ്രണ്ട് പോർഷനിൽ വരുന്ന ബാക്കി പ്ലീറ്റ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടൊന്ന് പ്ലീറ്റ് എടുത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ആ ഒരു പാൻറ്റിൻ്റെ ഉള്ളിലേക്കൊന്ന് ടക്കിൻ ചെയ്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ധോത്തി ഡ്രീപ്പിംഗ് സ്റ്റൈലാണിത്. ഇതേ സെയിം രീതിക്ക് തന്നെയാണ് നമ്മൾ അപ്പുറത്തെ സൈഡും ചെയ്ത് കൊടുക്കുന്നത്. അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ അകത്തൂടെ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ സൈഡ് വെച്ച ആ ഒരു ഫാബ്രിക് അവിടെ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ പിൻ ചെയ്ത് വെച്ച ആ ഒരു പല്ലു പോർഷൻ ഇതുപോലെ ഒന്ന് ആ ചെസ്റ്റിലേക്ക് വെച്ച് കൊടുത്താൽ മാത്രം മതി. നമ്മൾ നോർമലി സാരി ഉടുക്കുന്ന അതേ രീതിക്ക് തന്നെയാണ് ബാക്കി കാര്യങ്ങളെല്ലാം. ബാക്കി വരുന്ന ഈ ഒരു പോർഷൻ ഒന്ന് പുറത്തേക്ക് ബാക്കിലേക്ക് ഒന്ന് എടുത്തതിന് ശേഷം ഒന്ന് വലിച്ചു വെച്ച് അവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ധോത്തി ഡ്രീപ്പിംഗ് സ്റ്റൈൽ. ബാക്കിലും കൂടെ പിൻ വെച്ച് കൊടുക്കാനായിട്ട് മറക്കരുത്. ഞാനിവിടെ വീഡിയോയ്ക്ക് ആയതുകൊണ്ട് മാത്രമാണ് പിൻ വെച്ച് കൊടുക്കാത്തത്. ഈ ഒരു ഡ്രീപ്പിംഗ് സ്റ്റൈലിലും കൂടെ ഞാൻ നമ്മുടെ വേസ്റ്റ് ബെൽറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇതിലും വേസ്റ്റ് ബെൽറ്റ് ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു പ്രത്യേക ഭംഗി തന്നെ നമുക്ക് കിട്ടും. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ലുക്കും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ലുക്ക് നമുക്ക് ഡാൻസിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ധോത്തി ഡ്രീപ്പിംഗ് സ്റ്റൈലാണ്. ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഡ്രീപ്പിംഗ് സ്റ്റൈലാണ്. നമുക്കിപ്പോൾ അല്ലാതെ തന്നെ റെഡിമെയ്ഡ് ആയിട്ടൊക്കെ ഈ ഒരു ധോത്തി ടൈപ്പ് സാരിയൊക്കെ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ നല്ല റേറ്റാണ്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ കയ്യിലുള്ള ഏതൊരു സാരി വെച്ചിട്ട് വേണമെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ധോത്തി ഡ്രീപ്പിംഗ് സ്റ്റൈൽ ട്രൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മൾ വെറും ഒരൊറ്റ സാരി വെച്ചിട്ട് മാത്രം ചെയ്ത കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സാരി ഡ്രീപ്പിംഗ് സ്റ്റൈൽസ്. എൻ്റെ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ 3 ഡ്രീപ്പിംഗ് സ്റ്റൈൽസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയിൽ ബാക്കി ഡ്രീപ്പിംഗ് സ്റ്റൈൽസാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഈ വരുന്ന ഓണത്തിന് തീർച്ചയായിട്ടും വെറും ഒറ്റ സാരി, നിങ്ങളുടെ കയ്യിൽ ഒരു പഴയ സാരി ഉണ്ടെങ്കിൽ പോലും വളരെ ഈസി ആയിട്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാരി ഡ്രീപ്പിംഗ്സ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.